ഗ്രീൻ ലൈഫ് സ്റ്റൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവൽ മിൽക്കാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. ഇപ്പോൾ ജ്യൂസ് ഷോപ്പിലെല്ലാം ഈ അവൽ മിൽക്ക് അവൈലബിൾ ആണ് കേട്ടോ. അതിനായിട്ട് വെള്ള അവൽ, ചുമന്ന അവൽ, കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, കപ്പലണ്ടി തൊണ്ട് കളഞ്ഞത് കേട്ടോ, പിന്നെ കാഷ്നട്ട്സ്, ചെറി, പിസ്ത, 2 പാളയന്തോടം പഴമാണ് എടുത്തേക്കുന്നത്. നമുക്ക് ഈ പാളയന്തോടം പഴത്തിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ആ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തിടണം, എങ്കിലാണ് ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ. അപ്പോൾ ഇതേ പഴത്തിൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പയ്യെ ഒന്നിങ്ങനെ ഞരടി എടുക്കണം എന്നൊക്കെ പറയൂലേ, അതുപോലെ ഇങ്ങനെ ഉടച്ചെടുക്കാം. ഈ പഴം നമുക്കൊന്ന് ഉടച്ചെടുക്കാം കേട്ടോ. അപ്പോൾ സ്പൂൺ കൊണ്ടോ ഫോർക്ക് കൊണ്ടോ നിങ്ങളുടെ ആ ഒരു സൗകര്യം പോലെ എന്തെങ്കിലും സാധനങ്ങൾ ഉപയോഗിച്ച് ഇതിനെ ഇങ്ങനെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം കേട്ടോ. ഇപ്പം ഞാൻ ഇതുപോലെ ഒന്ന് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയാണ് കേട്ടോ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ടത്. നിങ്ങൾക്ക് എത്ര മധുരം ആവശ്യമുണ്ടോ അതനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് ഉടക്കുമ്പോൾ ഒരുപാട് അങ്ങോട്ട് ജാം പോലെ ഒന്നും ആയി പോകണ്ട കേട്ടോ. ചെറിയ ചെറിയ കഷ്ണങ്ങളുള്ള രീതിയിൽ തന്നെ നമുക്കൊന്ന് ഉടച്ചെടുക്കാം. കണ്ടോ, ഈ ഒരു പരുവത്തിൽ വേണം നമ്മളിതിനെ ഉടച്ചെടുക്കാൻ. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് ഫ്രിഡ്ജിനകത്ത് വെക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് തണുപ്പ് കിട്ടുമ്പോൾ നമുക്ക് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് നമുക്കിതൊന്ന് അടച്ച് കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം. ഇനി ഞാൻ ഈ ഒരു ചെറിയ ബൗളിനകത്തേക്ക് നമ്മുടെ പിസ്ത ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാറുണ്ട്. ഈ ഒരു പരുവത്തിൽ കേട്ടോ, അതായത് അധികം അങ്ങ് പൊടിഞ്ഞു പോയിട്ടില്ല. അങ്ങനത്തെ ഈ ഒരു ഇതിലാണ് നമ്മൾ ഈ പിസ്ത പൊടിച്ചെടുത്തത്. ഇനി ഇവിടെ നല്ല കട്ട പാലാണ് കേട്ടോ എടുത്തേക്കണത്, പാക്കറ്റ് പാൽ. അപ്പോൾ നിങ്ങൾക്ക് തിളപ്പിച്ചാറിയ പാലാണെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചൊക്കെ എടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ നല്ല കട്ട പാലാണ് എടുത്തേക്കണത്. നമ്മൾ ഷെയ്ക്കിനൊക്കെ എടുക്കണ പോലെ കട്ട പാലെടുത്തിട്ട് ഇങ്ങനെ ഈ ഒരു ടർക്കി കൊണ്ട് ഒന്ന് പൊതിഞ്ഞതിന് ശേഷം ഇതിനകത്ത് ഈ ഒരു ഇടികല്ലും കൊണ്ട് നന്നായിട്ടൊന്ന് ഇടിച്ച് പൊടിച്ചൊക്കെ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ചധികം തണുത്ത പാലിൽ ഈ അവൽ മിൽക്ക് കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ ആ ഒരു തണുപ്പ് വരുമ്പോൾ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ തണുത്ത പാൽ ഒഴിച്ചാലും അത്രയ്ക്ക് അങ്ങോട്ടൊരു ടേസ്റ്റ് എനിക്ക് തോന്നിയില്ല. ഇതാണ് എനിക്ക് നല്ല രുചിയായിട്ട് തോന്നിയത്. ഇതെല്ലാം പൊടിച്ച് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് മധുരം എത്ര ആവശ്യമുണ്ടോ അതനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിനൊന്നും പ്രത്യേകിച്ച് കണക്കില്ല, നമ്മളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ഇത് അരച്ചെടുക്കണ്ടോ. ഇത് നന്നായിട്ട് ഇങ്ങനെ അരച്ചപ്പോൾ ഇതിന് നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച ആ പഴം ഉടച്ചതുണ്ടല്ലോ, അതെടുത്ത് നമ്മുടെ ഈ ഗ്ലാസ്സിനകത്തേക്ക് സെറ്റ് ചെയ്തെടുക്കാം. അവൽ മിൽക്ക് സെറ്റ് ചെയ്യണ്ടേ ഗ്ലാസ്സിൽ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ പാളയന്തോടം പഴത്തിൻ്റെ ആ മിക്സാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. കൂട്ടേ കുറയ്ക്കേ ഇതെല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ. പിന്നെ ഓർഡർ ആണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓർഡറിലൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഞാൻ ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ചെറിയാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ നിങ്ങളുടെ കയ്യെടുത്ത് ചെറി ഇല്ലെങ്കിൽ ട്യൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ ട്യൂട്ടി ഫ്രൂട്ടി ഇല്ലാഞ്ഞുകൊണ്ടാണ് ഞാൻ ചെറി ഇട്ട് കൊടുത്തത്. ഇനി ഞാൻ ഇതിലേക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് വെള്ള അവലാണ് ഇട്ട് കൊടുത്തത്. ഇനി കുറച്ച് കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് പിസ്താഷ്യൂസാണ് ഇട്ട് കൊടുത്തത്. അതിൻ്റെ മുകളിൽ ചെറി ഇട്ട് കൊടുക്കുകയാണ്. അതായത് കാണാൻ കുറച്ച് ഭംഗിയുള്ള രീതിയിൽ നമ്മൾ ഇതിനെ മാക്സിമം ഡെക്കറേറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഇനി അതിൻ്റെ മുകളിൽ വീണ്ടും കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഞാൻ കുറച്ച് മിൽക്കാണ് നമ്മളിപ്പോൾ മിക്സിയിൽ അടിച്ചെടുത്തില്ലേ, ആ പാലാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചത്. ഇനി ഇതിൻ്റെ മുകളിൽ വീണ്ടും കുറച്ച് പിസ്താഷ്യൂസ് ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ മുകളിൽ നമ്മുടെ പഴം മിക്സ് ഉണ്ടല്ലോ, ആ മിക്സാണ് ഇട്ട് കൊടുക്കുന്നത്.
അപ്പോൾ ഇതെല്ലാം ഏത് ഓർഡറിലിട്ടാലും ടേസ്റ്റൊക്കെ ഒന്ന് തന്നെയാണ് കേട്ടോ. പക്ഷേ ഈ ചോക്ലേറ്റ് അധികം അങ്ങനെ ആരും നമ്മുടെ അവൽ മിൽക്കിൽ ഇടാറില്ല കേട്ടോ. പക്ഷേ ഈ ചോക്ലേറ്റ് ഇടുമ്പോൾ ഉള്ള ഒരു ടേസ്റ്റ് നല്ലൊരു എന്താ പറയുക, നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ഉണ്ടാക്കി തന്നെ ഒന്ന് കഴിച്ച് നോക്കണം, എന്നാലേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ വീണ്ടും കുറച്ച് പാലും കൂടി അതിൻ്റെ മുകളിൽ ഒഴിച്ചതിന് ശേഷം നമ്മുടെ കപ്പലണ്ടിയും എല്ലാ സാധനം നമ്മളിപ്പോൾ ഇട്ട് കൊടുത്ത സാധനങ്ങളെല്ലാം ഇതിൻ്റെ മുകളിൽ ഒന്നിട്ട് ഇതിനെ നല്ലൊരു ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ കുറച്ച് കശുവണ്ടി ഇട്ടു, പിന്നെ നമ്മൾ പിസ്താഷ്യോസ് ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ ഇതിനകത്ത് ഇട്ട് കൊടുത്ത എല്ലാ സാധനങ്ങളും ഇതിൻ്റെ മുകളിൽ നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ചെറിയാണ് കേട്ടോ ഇട്ട് കൊടുക്കണത്. ഇനി മുകളിൽ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് ഇപ്പോൾ ഇട്ടത്. അങ്ങനെ നമ്മുടെ അവൽ മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഇങ്ങനെ ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കൂലേ? അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് കമൻറ്റും കൂടിയും ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.